മഞ്ഞ് പോലെ സനൽകുമാർ മള്ളുശ്ശേരി എഴുതിയ നാടകം. ശബ്ദം നൽകുന്നവർ പള്ളിപ്പുറം ജയകുമാർ, ജോസ്താന, വിനോദിനി, ബിന്ദു പള്ളിച്ചൽ, രാധാമണി ഉഴമലയ്ക്കൽ, പാപ്പനംകോട് അന്നമ്മ, ഡി മേഴ്സി, അരൂർ ശ്രീദേവി, രതീഷ് ജെ അയ്യർ. സംവിധാനം ബേബൻ കൈമാപ്പറമ്പൻ. സംവിധാന സഹായം വി എൻ ദീപ, എം നിസാമുദ്ദീൻ. മഞ്ഞ് പോലെ. ലക്ഷ്മി ടീച്ചർ എന്താ ഇങ്ങനെ ശരവേഗത്തിൽ? ടീച്ചർ എന്തായി പറയണേ? ലക്ഷ്മി ടീച്ചർ ഇങ്ങനെ വേഗത്തിൽ പോവാൻ വേറെ കാരണം വേണോ? ദേ നോക്കിയേ, ഹരിമാഷ മുന്നിൽ, പിന്നെ ടീച്ചറിനും വേഗം കൂടില്ലേ? ടീച്ചറെ വേഗം വീട് പറ്റാൻ നോക്കി. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നുവെന്ന് നോക്കി നിന്നാലേ ടീച്ചറെ കാത്ത് സ്റ്റോപ്പിൽ ബസ് നിൽക്കില്ല. ലക്ഷ്മി ടീച്ചറെ, ഞങ്ങളോട് കലഹിച്ച് സമയം കളയണ്ട. ഹരിമാഷ് ബസ്സിൽ കയറും മുമ്പ് സ്റ്റാൻഡ് പിടിക്കാൻ നോക്ക്. ശരി ശരി, നിങ്ങൾ ഇങ്ങനെ അതും ഇത് നോക്കി മെല്ലെ വാ. ഞാൻ ദേ ഇങ്ങനെ അങ്ങ് ഓടിപ്പോകും. ഞങ്ങളെ കാക്കണ്ടേ, ടീച്ചർ നടന്നോ? എന്റെ ഹരി, ഒന്ന് മെല്ലെ നടക്കുന്നേ. ലക്ഷ്മി ടീച്ചർ ഇതുവരെ പോയില്ലേ? ഇല്ല, പോയില്ല. ഞാൻ ഹരി ഇറങ്ങുന്നത് നോക്കി സ്റ്റാഫ് റൂമിൽ ഇരുന്നു. പിന്നെ ഹരി, എന്നെ ഇങ്ങനെ ലക്ഷ്മി ടീച്ചറെ എന്ന് വിളിക്കല്ലേ. അങ്ങനെ കേൾക്കുമ്പോ എനിക്ക് എന്തോ റിട്ടയർമെന്റ് പ്രായമായ പോലൊരു തോന്നല. ഞാൻ ഹരി എന്ന് വിളിക്കുന്നില്ലേ, അതുപോലെ ദേ ലക്ഷ്മി എന്ന് മധുരമായൊന്ന് വിളിച്ചാലെന്താ? ലക്ഷ്മി ടീച്ചർക്ക് എന്ത് കളിയാ? ക്ലാസ് റൂമിലും പുറത്തും എവിടെയും. കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ലേ ടീച്ചർ, അത് ഓർക്കണം. ഇത് സ്കൂളാണ്, കുട്ടികൾ ശ്രദ്ധിക്കും. ഒപ്പം ജോലി ചെയ്യുന്നവരുണ്ട്, അവരെ നോക്കണം. സമൂഹമുണ്ട് പുറത്ത്, അവരെയും നോക്കണം. എന്റെ മാഷേ, ഇതെന്താ ഇങ്ങനെ ഈ അച്ചടിച്ച പോലൊരു വർത്തമാനം? അത് പിന്നെ നിങ്ങൾ ഈ ബുദ്ധിജീവികളുടെ സ്റ്റൈലല്ലേ? ഒരേ ഒരു ജീവിതം, അതിങ്ങനെ ബലം പിടിച്ച് നടന്നാൽ എങ്ങനാ എന്റെ പൊന്നു മാഷേ? ടീച്ചറെ പ്ലീസ്, ദേ പലരും നോക്കുന്നുണ്ട്. ടീച്ചർ മുന്നോട്ട് നടന്നേ. നോക്കട്ടെ മാഷേ, അങ്ങനെ എല്ലാവരും നോക്കട്ടെ. സുന്ദരിയായ ഒരു പെൺകുട്ടിയും ചെറുപ്പക്കാരനും ഒരുമിച്ചിങ്ങനെ പോകുന്നത് അത് കാണുന്നവർക്കൊരു സുഖമല്ലേ? ഞാൻ ദേ ഹരിയോട് അല്പം കൂടി ചേർന്നിങ്ങനെ നടന്നാലോ? ലക്ഷ്മി, ഇറ്റ്സ് ടു മച്ച്. എന്താ പിള്ള കളിക്കുവാണോ? മാഷിന് ദേഷ്യം വരുമല്ലേ? ദേഷ്യം വരുമ്പോ ലക്ഷ്മി എന്നും വിളിക്കും, പിന്നെ ഇംഗ്ലീഷും. ദേഷ്യപ്പെട്ടാൽ എന്താ, ലക്ഷ്മി അധികാരത്തിൽ ഇങ്ങനെ വിളിച്ചല്ലോ. നമ്മൾ നമ്മുടെ നില മറക്കരുത്. മാഷി മലയാളം ബിരുദം പഠിച്ചതിന്റെയാ സംസാരത്തിലൊരു രമണൻ ടച്ച്. ഞാൻ എന്റെ നിലപാട് പലപ്പോഴായി ഹരിയോട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്റെ നിലപാടും പറഞ്ഞു. എന്ത് നിലപാട്? ഞാൻ ഹരിയോട് പറഞ്ഞത് എന്റെ നിലപാട്. എനിക്ക് ഹരിയെ ഇഷ്ടമാണ്, വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഹരി ഇക്കാര്യത്തിൽ എന്ത് നിലപാടാ പറഞ്ഞേ? ടീച്ചർ അല്പം പതുക്കെ പറയൂ, കുട്ടികൾ പോകുന്നു. എല്ലാവരും കേൾക്കട്ടെ. ഞാൻ ഇക്കാര്യം പറയുമ്പോഴെല്ലാം ഹരി ഇങ്ങനെ തട്ടിക്കളിക്കും. അല്ലെങ്കിൽ എന്തിന്റെ കുഴപ്പമാന്ന് എനിക്കിടയ്ക്ക് തോന്നും. കെട്ടിച്ചയക്കാൻ എന്തെല്ലാം ഒരുക്കി വെച്ചാ എന്റെ അച്ഛൻ കാത്തിരിക്കുന്നതെന്ന് അറിയാവോ? സൗന്ദര്യത്തിനാണെങ്കിൽ ഹൗ എന്താ സൗന്ദര്യമെന്ന് കൂട്ടുകാരികൾ എന്നെ വിളിക്കുന്നതേ നിസ്കേരളാന്ന്. ലക്ഷ്മിക്കെല്ലാം ഉണ്ട്, പണം, സൗന്ദര്യം എല്ലാം. പക്ഷേ എന്നെ അതുമായി താരതമ്യം ചെയ്യരുത്. എന്റെ പൊന്നു മാഷേ, ഇതാണ് കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ടീച്ചർക്ക് എന്തും പറയാം. എനിക്ക് മറ്റൊന്നും പറയാനില്ല. എനിക്ക് ഹരി ഇഷ്ടമാണെന്ന് മാത്രം. അത് നടപ്പില്ലെന്ന് ഞാൻ എത്ര വട്ടം ടീച്ചറോട് പറഞ്ഞു കഴിഞ്ഞു. വേണ്ട, എന്തായാലും ഇപ്പോ വേണ്ട. ബസ് സ്റ്റോപ്പിൽ ഇതേ നിറയെ ആളുകളുണ്ട്. പിന്നെ ഈ സമയത്ത് എന്തായാലും വേണ്ട. പ്രണയിച്ചു തുടങ്ങാൻ പറ്റിയ സമയമല്ലത്. ലക്ഷ്മി പ്ലീസ്. ശരി ശരി, ഇനി മാഷിന്റെ പ്രഷർ കൂട്ടണ്ട. തൽക്കാലം ഞാൻ പോകാം. പക്ഷേ എനിക്കുള്ള മറുപടി നാളെ വേണം.
കവിത പോലൊരു കത്തായാലും തിരക്കേടില്ല. മാഷേ, ബസ്സിൽ ഞാൻ ടിക്കറ്റ് എടുക്കില്ല. ഹരി, എന്റെ കൂടെ എടുക്കണം. അങ്ങനെയല്ല വേണ്ടേ? ദാ ബസ് വന്നു. വേണു, അവൾ ഇന്നും എന്റെ പിന്നാലെ കൂടി. എടാ ഹരി, നീ എന്താടാ ഇങ്ങനെ? ഞാനൊരുത്തനിങ്ങനെ പെണ്ണൊന്ന് പ്രണയിക്കാനേ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തു നടക്കുന്നു. ഓ, ഇവിടെ ഒരുത്തന് പ്രണയിച്ച് പിന്നാലെ പെണ്ണു വന്നിട്ടും. ഹേ, വേണു, നിനക്കെല്ലാം കളിയാ. ഞാൻ ഇനി പറഞ്ഞിട്ട് വേണോ എന്റെ കാര്യം നിനക്കറിയാൻ? അമ്മയുടെ അസുഖം ഒരു വഴി, ജോലി കിട്ടി ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓ, അതിനു മുമ്പ് പ്രണയവും വിവാഹവും. ഓ, ഒന്നും എനിക്കങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥ. കുറച്ചു കുഴപ്പം നിന്റെയും കൂടിയാ. പുഴ വറ്റിയും പോയി തുടലറ്റും പോയാ കടി പറ്റിയത് തന്നെ എന്നാ വട്ട്. അങ്ങനെ സംഭവിക്കാനുള്ള കാര്യങ്ങള് മുൻകൂട്ടി കണ്ടു നടന്ന് സ്വപ്നജീവി ആയതിന്റെ കുഴപ്പമാ. ഓ, അതൊന്നും അല്ല വേണു. കമ്പനി നടത്തി അച്ഛൻ കൊണ്ടുവന്ന ബാധ്യതകൾ ഓരോന്നായി തീരുന്നതേ ഉള്ളൂ. അതിനിടെ ചികിത്സയും. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഹരി, നിനക്ക് ലക്ഷ്മിയോട് ഇഷ്ടമുണ്ടോ? നിന്നോടാ ചോദിച്ചേ, നിനക്ക് അവളെ ഇഷ്ടമുണ്ടോന്ന്. അത് അങ്ങനെ ചോദിച്ചാൽ നീ ഇങ്ങനെ ഉരുണ്ട് കളിക്കാതെ ഞാൻ ചോദിച്ചൊരു സമാധാനം പറയും. അവളെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു കാരണവുമില്ല. അങ്ങനെ വരട്ടെ. ഇഷ്ടമാണ് താനും, എന്നാൽ ഒന്നും ചെയ്യാനും കഴിയില്ല. ഇപ്പോൾ ഒന്നും നടക്കില്ല. കുറെ വർഷങ്ങൾ കൂടി എനിക്ക് വേണ്ടിയല്ലാതെ അമ്മയ്ക്കും കുടുംബത്തിനും വേണ്ടി ജീവിക്കണം. പിന്നെ വരും പോലെ വരട്ടെ. ഇപ്പൊ എന്തായാലും ശരി, എനിക്ക് മറ്റൊരു തീരുമാനമില്ല. എങ്കിൽ അവളോടത് പറഞ്ഞുകൂടെ? അത് അപകടമാണ്. അവളൊരു പാവമാണ്ട. എന്തെങ്കിലും ഒരു സൂചന എന്നിൽ നിന്നും വീണാൽ പിന്നെ അവൾ കാത്തിരിക്കും വർഷങ്ങൾ. അതെനിക്ക് പേടിയാണ്. സുഖകരമായ ഒരു ജീവിതം ലഭിക്കുന്ന പെൺകുട്ടിയാണവൾ. ഒന്നിനും കുഴപ്പമില്ല. ഇല്ല, അത് ഞാനായിട്ട് നശിപ്പിക്കില്ല. തീരുമാനം നിന്റെയാണ്. ഇഷ്ടങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പേപ്പർ വാല്യുവേഷൻ ക്യാമ്പിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഭഗവാനെ, ഇനി ഇത്തവണ ഏത് ഓണം കയറ മൂലയിലാണോ? ടീച്ചർ എങ്ങനെ അറിഞ്ഞേ? പ്രിൻസിപ്പൽ അറിഞ്ഞാ ടീച്ചറും അറിയുമല്ലോ. അല്ല ഹരിമാഷേ, മാഷ് ട്രാൻസ്ഫറിന് കൊടുത്തിരുന്നു. ഞാനേ DD ഓഫീസിൽ പോയപ്പോ നമ്മുടെ പ്യൂണായിട്ട് വന്ന ആ പയ്യനില്ലേ ജോൺ, അവനെ കണ്ടു. അവനിപ്പം DD ഓഫീസിൽ ക്ലർക്കാ. അവനാ പറഞ്ഞേ മാഷ് ട്രാൻസ്ഫറിന് അപേക്ഷിച്ചിട്ടുണ്ടെന്ന്. അല്ല, മാഷിന് എന്തിന്റെ കേടാ? മിനിമം വണ്ടിക്കൂലിക്ക് വീട്ടിലെത്താവുന്ന ഇവിടെ നിന്നും ആരും പോവാത്ത കാട്ടുമുക്കിലേക്ക് ട്രാൻസ്ഫർ ചോദിച്ചിരിക്കുന്നു. വത്സ ടീച്ചറെ, അതും സർക്കാർ സ്കൂളല്ലേ? അവിടെ പഠിക്കുന്നതും കുട്ടികൾ തന്നെ. പിന്നെന്താ? മാഷ് എന്നോട് പിണങ്ങണ്ട. ഞാനൊരു ലോകകാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ലക്ഷ്മി ടീച്ചറിന്റെ അപേക്ഷയാണെങ്കിൽ കണ്ടുമില്ല. ഹരിമാഷേ, ഒരു നിമിഷം ഒന്ന് പുറത്തേക്ക് വരുമോ? എന്തിനാ ലക്ഷ്മി ടീച്ചറെ? ഒരു മിനിറ്റ് ഒന്ന് പുറത്തേക്ക് വരൂ. ഞാൻ ലൈബ്രറിയിൽ ഉണ്ടാവും. ശരി. ഹരി ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു. എന്റെ ശല്യം കാരണമായിരിക്കുമല്ലേ? അല്ല, എനിക്കങ്ങനെ തോന്നി. മലയോരത്തെ സ്കൂളിലേക്കാണ് ഇനി പോകേണ്ടത്. ആരും അവിടെ പോകാൻ തയ്യാറാവുന്നില്ല. അവിടെയും പഠിക്കുന്നത് കുട്ടികൾ തന്നെയാണല്ലോ. എന്റെ സൗകര്യം മാത്രം നോക്കിയാൽ പോരെന്ന് തോന്നി. പ്രതിബദ്ധത പരിഹസിക്കുകയാണോ? ഒരിക്കലുമല്ല. ഹരിയുടെ പ്രതിബദ്ധതയിൽ അഭിമാനം തോന്നുന്നു. ലക്ഷ്മി ടീച്ചർ കരുതുന്നത് പോലെയല്ല. വേണ്ട ഹരി, ഇനി ചെറുതാവരുത്. പ്രത്യേകിച്ച് എന്റെ മുന്നിൽ. എനിക്കതിഷ്ടമല്ല. എനിക്ക് ലക്ഷ്മി ടീച്ചറിനോട് അതിന്റെ വ്യക്തിപരമായ കാരണങ്ങൾ പറയണമെന്ന് തോന്നുന്നില്ല. അതിന്റെ ആവശ്യവുമില്ല. എനിക്കും തോന്നുന്നില്ല ഹരി വ്യക്തിപരമായ കാര്യം പറയണമെന്ന്. പക്ഷേ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടോന്ന് കരുതരുത്. ഞാൻ ട്രാൻസ്ഫറിന് അപേക്ഷിക്കും. ഹരി പോകുന്ന അതേ സ്കൂളിൽ. അവിടെ പഠിക്കുന്നതും കുട്ടികളല്ലേ. നമുക്കും പ്രതിബദ്ധത വേണ്ടേ? അത് ടീച്ചറുടെ ഇഷ്ടം. ഞാൻ തീരുമാനമെടുത്തു എന്ന് മാത്രം. എന്നെ പേടിച്ച് മാഷിനെ വിളിക്കാൻ ഈ ഭൂമിയിൽ ഇടം പോരാതെ വരും. ഭീഷണിപ്പെടുത്തും പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്ത് ഭീഷണി? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? എന്റെ സ്വഭാവമാണ് മാഷേ ഇത്. ഇഷ്ടപ്പെട്ടത് കയ്യിൽ കിട്ടും വരെ ഞാൻ ഇങ്ങനെ കുട്ടിയെ പോലെ അലയും. കരഞ്ഞും പരിഭവിച്ചും ഞാനത് നേടും. ഇതെന്റെ കുഞ്ഞുകാലം മുതലുള്ള ശീലമാ. ലക്ഷ്മി, എന്താ എന്നെ പറ്റി കരുതിയത്? കളിപ്പാട്ടം പോലെയോ കുപ്പിവള പോലെയോ വാശി പിടിച്ച് സ്വന്തമാക്കാവുന്ന ഒന്നാണോ ഞാൻ? പണത്തിന്റെ പെരുമയിൽ വളർന്നതിന്റെ ദോഷമാണ്
ഇഷ്ടപ്പെട്ടതെല്ലാം കിട്ടി വളർന്നതിന്റെ അഹങ്കാരം. പക്ഷേ പണവും ഇത്തരം അഹങ്കാരവും തോൽക്കുന്ന ചിലയിടങ്ങളും ജീവിതത്തിലുണ്ട്. അത് ഓർക്കുന്നത് നന്നായിരിക്കും. പിടിച്ചെടുക്കാൻ എനിക്ക് കഴിയില്ലെന്ന് നന്നായി അറിയാം. പക്ഷെ എനിക്ക് ശ്രമിക്കാമല്ലോ. അങ്ങനെയെങ്കിലും എനിക്ക് എന്റെ അഹങ്കാരത്തെ അടക്കാമല്ലോ. ഹരി നോക്കിക്കോ, വിജയം എന്റേതായിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഞാൻ ഹരിയുടെ പിന്നാലെ തന്നെ ഉണ്ടാകും. മറിച്ചുള്ള ജീവിതം എനിക്കില്ല. പൈങ്കിളി കഥയിലെ നായിക അല്ല ഞാൻ. പക്ഷെ എനിക്കും ജയിക്കണ്ടേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയണ്ടേ? സ്നേഹിക്കുന്നത് കുറ്റമാണോ? എങ്കിൽ എന്നെ അങ്ങ് തൂക്കിക്കൊല്ലട്ടെ. ഞാൻ പോകുന്നു. ഞാൻ പറയട്ടെ, നിന്റെ വാശിയാണിതെല്ലാം. അതിന് നിന്നു തരാൻ എനിക്കാവില്ല. കൈമോശം വന്ന കളിപ്പാട്ടം കിട്ടാൻ കുട്ടിയുടെ കരച്ചിൽ പോലെ. ഹോ, കഥ പോലെ അല്ല ജീവിതം. അത് നീ മനസ്സിലാക്ക്. മാഷേ, ഉപദേശത്തിന് നന്ദി. നമുക്കിനിയും കാണാം. ഇപ്പൊ ഞാൻ പോട്ടെ. ഹരി, പുതിയ സ്കൂളിലെ അന്തരീക്ഷം എങ്ങനെയുണ്ട്? മലയോര ഗ്രാമമാണെങ്കിലും നല്ല അച്ചടക്കമുള്ള വിദ്യാർത്ഥികളാണ്. നിന്നോട് പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചതാ. ഹരി, നീ പലപ്പോഴും ഒരു ഭീരുവാകുന്നത് പോലെ തോന്നുന്നു. വേണു, നിനക്കെന്നെ എന്തും പറയാം. എന്റെ നന്മയും വൈകല്യങ്ങളും നന്നായി അറിയുന്ന നിനക്ക് എങ്ങനെയും എന്നെ വിലയിരുത്താം. നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. നിന്റെ മനസ്സെനിക്കറിയാം. നഷ്ടപ്പെടുന്നവരുടെ വേദനയും. അവൾ നിന്നെ പിന്നെ കണ്ടിരുന്നോ? ഉവ്വ്, പതിവ് പോലെ തന്നെ. അവളുടെ രീതിയിൽ ഒരു മാറ്റവുമില്ല. കുസൃതിയും ചിരിയുമായി. ഹോ, ഞാൻ അവളുടെ മുമ്പിലെത്തുമ്പോൾ ചെറുതാവുന്നത് പോലെ. ചിലപ്പോൾ തോന്നും എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞാലോ എന്ന്. പിന്നെ പ്രശ്നങ്ങൾ ഓരോന്ന് ആലോചിക്കുമ്പോൾ അതിന് വയ്യാതെ വരും. ഹരി, എനിക്ക് ലക്ഷ്മിയെ മനസ്സിലാകുന്നതേയില്ല. അറിവും നന്മയും എല്ലാം ഉള്ള അവൾ എന്താ ഇങ്ങനെയെന്ന്. സ്കൂളിൽ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എന്തായിരുന്നു? വേണു, എന്നെ അമ്പരപ്പിക്കുന്ന കാര്യമാണത്. അവളെ ഇഷ്ടമില്ലാത്ത ആരും ആ സ്കൂളിലില്ലായിരുന്നു. പഠിപ്പിക്കുന്നതിലും മിടുക്കി, കാര്യപ്രാപ്തിയുമുണ്ട്. പക്ഷെ എന്നിട്ടും തീരുമാനം നിന്റേത് മാത്രമായിരിക്കും. അതെന്തായാലും. ഹലോ, ആ ഹരിയാണ്. ഹലോ, ആരാന്ന് മനസ്സിലായോ? ആ ലക്ഷ്മി ടീച്ചറല്ലേ? അപ്പോ ശബ്ദം കേട്ട തിരിച്ചറിയും. ആ ടീച്ചർ, ഞാൻ ബൈക്കിലാണ്, ആ നഗരത്തിൽ. ഹരി, ഞാൻ കണ്ടിട്ടുള്ള ബൈക്കിനെല്ലാം ബ്രേക്ക് ഉണ്ട്. വണ്ടി ആ റോഡിന്റെ ഓരത്തേക്ക് നീക്കി വെച്ചേ. ഹലോ, ആ ശരി ശരി, ആ ഒരു നിമിഷേ. ഹലോ, എന്താ ഫോൺ വിളിച്ചത്? ഹരി ഇതുവരെ എന്നെ വിളിച്ചില്ലല്ലോ. വിളിക്കണമെന്ന് തോന്നിയില്ല. ശരി, ഹരിയുടെ പുതിയ മൊബൈൽ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചില്ലല്ലോ. ടീച്ചറെ, ഞാൻ ക്രിമിനലൊന്നും അല്ലല്ലോ. മൊബൈൽ നമ്പർ രഹസ്യമായി സൂക്ഷിക്കാൻ. ക്രിമിനൽ അല്ല, പക്ഷേ കള്ളനാ. അല്ലെങ്കിൽ നമ്പർ ഇങ്ങനെ രഹസ്യമായി സൂക്ഷിക്കില്ലല്ലോ. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനില്ലേ, വേണു. അയാളെ വിളിച്ചിരുന്നു. പക്ഷേ നമ്പർ ചോദിച്ചിട്ട് തന്നില്ല. പിന്നെ എന്ത് ചെയ്തെന്നറിയാവോ? ഹരിയുടെ വീട്ടിൽ വിളിച്ചു. അമ്മയുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി. ടീച്ചറെ, ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും എന്തിനാണ് എന്നോടിങ്ങനെ? ചുമ്മാ കോളേജ് മട്ടിൽ പ്രണയവും ഫോണും കൊച്ചു വർത്താനവും. എനിക്കിത് മടുത്തു. ചൂടാവല്ലേ പക്ഷേ, എനിക്ക് വിളിക്കണമെന്ന് തോന്നി വിളിച്ചു, അത്രേ ഉള്ളൂ. ഹരിക്ക് എന്തുണ്ട് വിശേഷം? എനിക്കെന്ത് വിശേഷം? സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, അത്ര തന്നെ. കഷ്ടം തന്നെ. ഞങ്ങൾക്ക് ഇവിടെ സൂര്യൻ അസ്തമിക്കുന്നു, ഉദിക്കുന്നു. ദേ ടീച്ചറെ, നേരം പോക്കിന് സമയമില്ല. അമ്മയുടെ മരുന്ന് വാങ്ങാൻ ഇറങ്ങിയതാണ്. ഹരിക്ക് സമയമില്ലല്ലേ? അമ്മയ്ക്ക്? ആ, അങ്ങനെ തന്നെ. മരുന്നും വേദനയും എല്ലാമായി. ഞാനൊന്ന് വന്ന് കണ്ടാലോ? ഇപ്പൊ വേണ്ട, പിന്നെ എപ്പോഴെങ്കിലും ആകാം. ഞാൻ കാത്തിരിക്കണമെന്നാണോ? ഞാൻ റെഡി. ലക്ഷ്മി, നിങ്ങളോട് ഇനിയൊന്നും എനിക്ക് പറയാനില്ല. എന്റെ ഫോണിലേക്ക് ദയവ് ചെയ്ത് വിളിക്കരുത്. വിളിക്കും വിളിക്കും, മരിക്കുന്നത് വരെ വിളിക്കും. ഹരിയെ കൊണ്ട് എന്നെ വിളിപ്പിക്കും. ഹലോ ഹലോ. അമ്മ മരുന്ന് കഴിച്ചോ? കഴിച്ചു. കള്ളം പറയുന്നു. ഞാൻ ഇങ്ങനെ കാശ് മുടക്കി വാങ്ങി വെക്കുന്നു.
അമ്മ അത് കഴിക്കാതെ ഇങ്ങനെ എന്താ അമ്മ ഇങ്ങനെ? എന്തിനാ മോനെ ഇങ്ങനെ മരുന്ന് വാങ്ങി കൂട്ടുന്നത്? ശരീരത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ ദ്രവിച്ചു വരുന്നു. അതിന് മരുന്ന് കൊണ്ട് തടയിടാനാവുമോ? ഇല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. പിന്നെ എന്തിനാ? എന്റെ അമ്മേ, അത് പോട്ടെ. ഇവിടെ ആരെങ്കിലും വിളിച്ചിരുന്നോ? നീ ചോദിക്കട്ടെ എന്ന് കരുതിയിരിക്കുമായിരുന്നു. ആ കുട്ടി വിളിച്ചിരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അമ്മേ, അവർ അത് വെറുതെ പറയുന്നതാ. അങ്ങനെയൊന്നുമില്ല. അതിനെന്തിനാ ഹരി നീ ഇങ്ങനെ ബേജാറാകുന്നത്? നിനക്ക് എന്ത് തീരുമാനവും എടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഫോണിൽ സംസാരിച്ചതേ ഉള്ളൂ. എങ്കിലും നല്ല കുട്ടിയാണെന്ന് തോന്നുന്നു. കഴിയുമെങ്കിൽ എന്റെ കണ്ണടയ്ക്ക് മുമ്പേ നമുക്കതങ്ങ് നടത്തിയാലോ മോനെ? അമ്മ കരുതും പോലെ എന്ന് എനിക്ക് ആ കുട്ടിയുമായിട്ടൊന്നുമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കല്യാണത്തെക്കുറിച്ചൊന്നും ആലോചിക്കാനും കഴിയില്ല. കടങ്ങളുടെ കൂടൊന്ന് തീർന്നു വരുന്നതേ ഉള്ളൂ. അതിനിടയിൽ കല്യാണവും കളവാണവും. അത് പോട്ടെ, അമ്മ ചോറെടുക്ക്. അല്ല മോനെ, ഇനി എന്നാടാ ഇതൊക്കെ? നീ അതൊന്നും ആലോചിക്കേ, ഒന്ന് വിളിക്കേ. അമ്മയൊന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? കട്ടിൽ നിന്ന് എണീക്കാൻ പോലും മേലാതായി തുടങ്ങി. അതിനിടയിൽ ആ പെണ്ണ് കാണാൻ പോണേ. അമ്മ എന്തിനാ എന്റെ ഫോൺ നമ്പർ അവർക്ക് കൊടുത്തേ? അത് പിന്നെ ആ കുട്ടി ചോദിച്ചപ്പോ ഞാൻ... എങ്കിൽ പിന്നെ ഈ വീടിന്റെ ആധാരം ചോദിച്ചെങ്കിൽ അമ്മ അതും കൊടുക്കുമായിരുന്നോ? ഹരി, അമ്മയെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. അങ്ങനെ ഒരു വല്ലാത്ത മനസ്സിലാണ് ഞാനിപ്പോ. എനിക്കും പല ആഗ്രഹങ്ങളുമുണ്ട്. പക്ഷെ ഇന്നത്തെ നിലപാട് അതിന് പറ്റിയതല്ല. ഇനി ആ പെൺകുട്ടി ഫോണിൽ വിളിച്ച് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ലേ അമ്മേ. അമ്മ ഇങ്ങനെ കരയാതെ. ദേ അമ്മേ, ചോറെടുക്ക്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഹലോ. ഹലോ, ഹരി സാറിന്റെ വീടല്ലേ? അതെ. സാറുണ്ടോ അവിടെ? ഹരി ഉറങ്ങുകയാണല്ലോ. ആരാണ്? ഞാൻ ഹരിമാഷിന്റെ കൂടെ പഠിപ്പിക്കുന്ന ലക്ഷ്മി ടീച്ചറിന്റെ കൂട്ടുകാരിയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ശരി, അതിനെന്ത് വേണം? ഞാനൊരു കാര്യം ഹരി സാറിനോട് പറയാൻ വിളിച്ചതാ. എന്ത് കാര്യം? അവൻ ഉറങ്ങുകയാ. രാത്രി വൈകിയാ കിടന്നേ. അമ്മ ഹരി സാറിനോട് പറഞ്ഞാൽ മതി. ലക്ഷ്മി ടീച്ചർ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചുവെന്ന്. എപ്പോ? എങ്ങനെ? ഞങ്ങൾക്ക് ശരിക്കും വിവരം കിട്ടിയിട്ടില്ല. ലക്ഷ്മി ടീച്ചർ മരിച്ചുവെന്ന് മാത്രമേ അറിയൂ. ഞങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഞാൻ പിന്നീട് വിളിക്കാം. ഹലോ, ഹലോ. എടാ മോനെ, മോനെ, എടാ ഹരി, എടാ വന്ന് എണീറ്റാടാ. എന്താ അമ്മ ഇങ്ങനെ വെറുതെ വിളിച്ച് ബഹളം ഉണ്ടാക്കുന്നേ? മോനെ, ഒരു ഫോൺ വന്നായിരുന്നു. ഓഹ്, അത് അവളായിരിക്കും. മോനെ, ആ കുട്ടി അപകടത്തിൽ മരിച്ചെന്നാ ഫോൺ വന്ന്. എന്താ അമ്മേ, എന്താ പറഞ്ഞേ? മോനെ, ആ കുട്ടിയുടെ കൂടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടിയാ വിളിച്ച്. ബസ് മറിഞ്ഞു മരിച്ചു വന്നാ പറഞ്ഞ്. എപ്പോ? എവിടെ വെച്ച്? അവരൊന്നും പറഞ്ഞില്ല മോനെ. അമ്മയ്ക്ക് എന്നെ വിളിക്കാൻ മേലായിരുന്നോ? അതിനൊന്നും സമയം കിട്ടിയില്ല മോനെ. അതിനു മുമ്പേ അവര് ഫോൺ വെച്ചു. അമ്മയൊരു കാര്യം ചെയ്യ, എന്റെ ഷർട്ടിങ് എടുത്തേ. വേണുവിനെ കൂടി വിളിക്കും മോനെ. അത് ചെയ്യാം. ഏത് നമ്പറിൽ നിന്നാ വിളിച്ചേ? ഒന്നും അറിയില്ലല്ലോ. ഇന്നിപ്പോ അവധിയാ. സ്കൂളിലും ആരും കാണില്ല. സ്കൂളിന്റെ അടുത്ത് അവര് താമസിച്ചിരുന്ന ഹോസ്റ്റല്. അവിടെ പോയി നോക്കാം. വേഗം പോയി നോക്കും മോനെ. ഒന്നും സത്യമായിരിക്കല്ലേ എന്റെ ഭഗവാനെ. എടാ ഹരി, നീ ബൈക്കൊന്ന് പതിയെ ഓടിക്ക്. എന്തൊരു സ്പീഡായത്. നീ ആകെ ഡൗണാ. ഞാൻ വണ്ടി ഓടിക്കാം. വേണ്ട വേണു, എവിടെ പോയി തിരക്കുമെന്നറിയാത്തെ. നീ ഹോസ്റ്റലിലേക്ക് വിട്. ആശുപത്രി എവിടെ അവിടെ ഒന്ന് അറിയാമല്ലോ. ഹോസ്റ്റലിലേക്ക് തന്നെ പോകാം നമുക്ക്. മറ്റു മാർഗമില്ല. നീ അവളുടെ നമ്പറിൽ വിളിച്ചിരുന്നോ? പലവട്ടം വിളിച്ചു. ആദ്യം 2 വട്ടം റിംഗ് ചെയ്തിരുന്നു. പിന്നീട് സ്വിച്ച് ഓഫ് ആയി. അപകട സ്ഥലത്ത് ഫോൺ കിടന്നതാവും. വേണു, എനിക്കെന്തോ വല്ലാതെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ. വേണു, ശരിക്കും എനിക്കിപ്പോൾ നഷ്ടബോധം തോന്നുന്നു. അവളെ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നു വേണു. നീ വിഷമിക്കല്ലേ. ജീവിതത്തിന്റെ ചില അവസ്ഥകൾ മാത്രമല്ലേ ഇത്. ദേ, ആ വളവ് തിരിഞ്ഞു വലതുവശത്ത് അവരുടെ ഹോസ്റ്റൽ.
നീ നോക്കിക്കേ, ഇവിടെ എല്ലാം സാധാരണ പോലെയല്ലേ? ഹരി, ഇനി ഇവിടെയുള്ള ഒരു അപകടത്തിന്റെ കാര്യം അറിഞ്ഞില്ലെന്ന് വരുമോ? എന്താ ഈ പറയണേ? ഹോസ്റ്റലിൽ നിന്ന് ലക്ഷ്മിയുടെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞു എന്നല്ലേ അമ്മ പറഞ്ഞത്? പക്ഷേ ഇങ്ങനൊരു അപകടം നടന്നതിന്റെ ഒരു ലക്ഷണവും ഇവിടെ കാണുന്നില്ലല്ലോ. ആ, നീ വാ, എന്തായാലും നമുക്ക് മേട്ടനെ കാണാം. ഗുഡ് മോർണിംഗ് മാഡം. എന്റെ പേര് ഹരി, മലബാരം സ്കൂളിലെ അധ്യാപകനാണ്. എനിക്കൊപ്പം ഇവിടെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചർക്ക് സുഖമില്ലെന്നറിഞ്ഞു വന്നതാണ്. മാഷരിക്ക് ഇവിടെ ആർക്കും അസുഖമുള്ളതായി എനിക്കറിയില്ല. എന്ത് പറ്റിയെന്നാണ്? അത് ആക്സിഡന്റ് എന്നാണ് കേട്ടത്. സത്യാവസ്ഥ അറിയില്ല. ആക്സിഡന്റോ? ആർക്ക്? അത് ലക്ഷ്മി ടീച്ചർക്ക്. അവരെ ഞാൻ കുറച്ചു മുമ്പ് കണ്ടതാണല്ലോ. നോക്കട്ടെ. വാച്ച്മാൻ. എന്താ മേഡം? നിങ്ങൾ പോയി ലക്ഷ്മി ടീച്ചറുടെ മുറിയിൽ നോക്കൂ. എന്നിട്ട് അവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയൂ. ടീച്ചറല്ലേ മേഡം ദേ പുറത്തു നിൽക്കുന്നത്? എവിടെ? ശരിയാ. ഓ, രക്ഷപ്പെട്ടു. എന്റെ ജീവൻ പോയ പോലായി. ക്ഷമിക്കണം മാഡം, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. വേണു, നീ ഇങ്ങോട്ട് വന്നേ. ഇത് അവളുടെ കളിയാ. ഇനി അവൾ അങ്ങനെ വിട്ടാൽ പറ്റില്ല. ലക്ഷ്മി! അല്ല, ഇതാര് ഹരിമാഷോ? മാഷപ്പ എന്നെ തേടിയും വരും. എടീ, നീ എന്നെ പറ്റി എന്തു വിചാരിച്ചു? നിനക്ക് കളിപ്പിക്കാൻ പറ്റിയ കളിപ്പാട്ടമാണെന്നോ? നീയല്ലേ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞത്? അതെ. നിനക്ക് കളിപ്പിക്കാൻ ഞാനെന്താ കുരങ്ങനാണോ? മാഷല്ലേ പറഞ്ഞേ എന്നെ വിളിക്കില്ലെന്നും തിരക്കില്ലെന്നും. മാഷിനെ കൊണ്ട് എന്നെ വിളിപ്പിക്കണമെന്നും തിരക്കണമെന്നും തോന്നി. എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അന്വേഷിച്ചു വന്നേ. എടീ, നിന്റെ ഈ അഹങ്കാരത്തിന് ഇങ്ങനെയാ മറുപടി പറയേണ്ടത്. അല്ല, എന്താ ഇവിടെ? എന്താ ലക്ഷ്മി? ഒന്നുമില്ല മേട്രൻ. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ സ്നേഹിക്കുന്ന ആൾ എന്നെ ശിക്ഷിച്ചതാ. നിന്നെ ഒരിക്കലും സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ നിന്നെ വെറുക്കുന്നു. അത്രയ്ക്ക് നീചയാണ് നീ. ഹരി, വെറുതെ ഇരിക്ക്. ആൾക്കാരെല്ലാം നോക്കുന്നു. വേണം, അവർ നോക്കട്ടെ. അവരും അറിയട്ടെ അവളെ. ലക്ഷ്മി മോളെ, കരയാതെ. എന്താ മോളെ ഇതെല്ലാം? നിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയെല്ലാം എനിക്ക് വിശ്വസിക്കാനാവണില്ല. മാട്രൺ മാഡത്തിനോട് ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കുന്നു. അവൾ കരയട്ടെ. കരഞ്ഞ് കരഞ്ഞ് അവളുടെ അഹങ്കാരം അലിഞ്ഞലിഞ്ഞ് തീരട്ടെ. വേണു, വണ്ടിയെടുക്ക്. ഹരി, ഹരി! എന്താ മോനെ വേണു രാവിലെ തന്നെ? ഹരി എവിടെ അമ്മേ? അവന്റെ കാര്യം നിനക്കറിയില്ലേ? രാത്രി മുഴുവനും ഇരുന്ന് വായിക്കും, പിന്നെ രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു നേരത്താ. ഞാൻ അവിടെ മുറിയിലേക്ക് പോവാമേ. എടാ ഹരി, ഹരി! എടാ, എന്താ ഇത്ര രാവിലെ? എന്തു പറ്റിയടാ? ഹരി, വേണു, എന്തു പറ്റിയെന്ന്? നീ പത്രവാർത്ത വായിച്ചു നോക്ക്. ഈ ഫോട്ടോ നോക്ക്. വിനോദയാത്രയ്ക്ക് പോയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് അധ്യാപികയും 2 വിദ്യാർത്ഥികളും മരിച്ചു. വേണു, നീ നോക്കിക്കേ. ലക്ഷ്മിയുടെ ചിത്രമല്ലേ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലടാ. എല്ലാ പത്രവും ഞാൻ നോക്കി, സ്കൂളിലും വിളിച്ചു, ചാനലുകളിൽ വന്നതും കണ്ടു. ലക്ഷ്മിയുടെ സ്കൂളിൽ നിന്ന് ടൂർ പോയ ബസ് കൊടൈക്കനാലിൽ കൊക്കയിലേക്ക് മറിഞ്ഞതാണ്. അവൾ പറഞ്ഞതും കളിയാക്കിയതും സംഭവിച്ചതും. ഓ ഈശ്വര, എന്താ ഇത് ഇങ്ങനെയൊക്കെ? വേണു, എനിക്കെന്തോ വല്ലായ്മ പോലെ. ഞാൻ എവിടെ വിശ്വസിക്കണം? എന്ത് വിശ്വസിക്കണം? ആരെയാണ് വിശ്വസിക്കേണ്ടത്? വേണു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വേണു, എനിക്ക് വയ്യ. അവൾ ആരായിരുന്നു? എന്തായിരുന്നു അവൾ? എന്റെ ആരായിരുന്നു? മഞ്ഞുപോലെ നാടകം സമാപിക്കുന്നു.
രചന സനൽകുമാർ മള്ളുശ്ശേരി. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഹരി പള്ളിപ്പുറം ജയകുമാർ, വേണു ജോസ്താന, ലക്ഷ്മി വിനോദിനി, ഹരിയുടെ അമ്മ പാപ്പനംകോട് അന്നമ്മ, മേട്രൺ ഡി മേഴ്സി, വത്സ ടീച്ചർ രാധാമണി ഉടമലയ്ക്കൽ, മറ്റൊരധ്യാപിക ബിന്ദു പള്ളിച്ചൽ, ലക്ഷ്മിയുടെ കൂട്ടുകാരി അരു ശ്രീദേവി, ഹോസ്റ്റൽ വാച്ച്മാൻ രതീഷ് ജെ അയ്യർ. സംവിധാനം ബേബൻ കൈമാപ്രമ്പൻ. സംവിധാന സഹായം VN ദീപ, M നിസാമുദ്ദീൻ.